ഹലോ, ഈ കഴിഞ്ഞ ഞായറാഴ്ച പോസ്റ്റ് ചെയ്യണം വിചാരിച്ചതായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ. എന്നാൽ അന്ന് പോസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലൊന്ന് പോസ്റ്റ് ചെയ്തിട്ട്. ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടിട്ട് അവസാനം ലോങ് വീഡിയോ ഇടുന്നതേ എനിക്കൊരു മടുപ്പുള്ള കേസായിട്ട് മാറിക്കഴിഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും 2 മാസത്തിലേറെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് തന്നെ ഒരു ലോങ് വീഡിയോ ആക്കി ഇടാന്ന്. അപ്പോൾ ഇതിൽ ഒന്നല്ല രണ്ടല്ല 3 കിടിൽ ഐഡിയ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ബുക്ക് കാണുമല്ലോ. നമ്മൾ ഈ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ആ ഒരു ബുക്കല്ല ഈ സബ്ജക്റ്റൊക്കെ എഴുതുന്നത്, അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്ക് കാണുമല്ലോ, എന്തെങ്കിലും കുത്തിക്കുറിക്കാനോ റഫായിട്ട് എഴുതാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ബുക്കിനെ നമ്മുടെ പഴയ ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. പിന്നെ അതിൽ കുറച്ച് മിനുക്ക് പണികൾ ചേർത്തെടുക്കുമ്പോഴത്തേക്ക് ബുക്ക് റെഡി ആയിട്ടുണ്ടാകും. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ചെറിയ സമയത്തിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഷോർട്ട് വീഡിയോ ആയാലും 1 മിനിറ്റ് പോലും ഇല്ല, ജസ്റ്റ് ചിലപ്പോൾ 21 സെക്കൻഡോ 39 ഒക്കെ പോകുന്നത് തന്നെ അപൂർവമാണ്. ഇപ്പോൾ തന്നെ ആദ്യമൊക്കെ 1 മിനിറ്റ് വീഡിയോ ഇടായിരുന്നു. ഇപ്പോൾ വളരെ ചുരുക്കി കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ 7 മിനിറ്റിന് താഴെയാണ്. ഇതിൽ ഞാൻ 3 ക്രാഫ്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഈ 3 ക്രാഫ്റ്റ് വീഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ പ്രാക്ടീസ് സ്കൂൾ ക്രാഫ്റ്റാണ് മെയിൻലി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളുമാണ്, എന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ തന്നെ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചെയ്തെടുക്കുന്ന ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയും കൂടിയാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, അതായത് നല്ല കാര്യങ്ങളാണേ അത് അപ്പം തന്നെ ചെയ്യുക. ഇനി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും. എൻ്റെ കാര്യത്തിലാണ് ഈ മാറ്റി വെക്കാറുണ്ട് കേട്ടോ പല കാര്യങ്ങൾ, പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ അതൊന്നും ചെയ്യത്തുമില്ല, അത് അവിടെ കിടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ പഠിക്കുക, അല്ലാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പെൻഡിങ്ങിൽ കിടന്ന് അങ്ങ് പെരുകിപ്പോവും. പിന്നെ എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തലവേദന കേസായി മാറും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. ഇനി അതിന് പറ്റിയൊരു ഐറ്റമാണ് ഇതാ ഈ കാണുന്ന ഒരു ടു ഡു ലിസ്റ്റ്. A4 ഷീറ്റ് പേപ്പർ എടുക്കുക, 4ആയിട്ട് മടക്കുക, പിന്നെ അതിൽ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജോലി തീരും. പിന്നെ അതിൽ കൂടുതലും മിനുക്ക് പണികളൊന്നും ചെയ്യാൻ നിൽക്കാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഏറ്റവും എളുപ്പമുള്ള പണിയാണ് സ്റ്റിക്കേഴ്സ് പറിക്കുക, പിന്നെ അതങ്ങ് പേപ്പറിൽ ഒട്ടിക്കുക. അപ്പോഴത്തേക്ക് കാണാനൊരു ക്യൂട്ട്നെസ് കാണും, നല്ല ഒരു ലുക്കും തരും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റിക്കറിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി സ്റ്റിക്കർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ വരച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ A4 ഷീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 4 ഈക്വൽ സൈസുള്ള പേപ്പർ ഇതുപോലെ കിട്ടും. പിന്നെ അതിനൊന്ന് കട്ട് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് സ്റ്റേപ്പിളറോ അല്ലെങ്കിൽ ഗ്ലൂവോ എന്തെങ്കിലും വെച്ചൊന്ന് അതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഒട്ടിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ് അവസാനം നമ്മുടെ ടു ഡു ലിസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലെത്തി കേട്ടോ. ഞാനിവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഈ നമ്മുടെ ടു ഡു ലിസ്റ്റ് സെറ്റാക്കി എടുക്കുന്നത്. ഈ ടു ഡു ലിസ്റ്റ് എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്യും. വിട്ടുപോയ കാര്യങ്ങൾ പെൻഡിങ്ങിലില്ലാതെ നമുക്ക് ചെയ്തു തീർക്കാനും പറ്റും. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നേ, അല്ലേന്ന് വെച്ച് കഴിഞ്ഞാലല്ല. നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടായാൽ മാത്രം മതി, നമുക്ക് ഏത് കാര്യവും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യമൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പറ്റും, ഒരു ദിവസം ചെയ്തെന്നിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ 2 ദിവസം, പിന്നീട് അത് ചിലപ്പോൾ മറന്നു പോയെന്നും ഇരിക്കും ഇതൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പതിയെ എല്ലാം ശരിയാവും. ഇനി
അടുത്ത ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈസ് ടാഗ് എടുക്കുക. പ്രൈസ് ടാഗ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, നമ്മുടെ പഴയ ബുക്കിൻ്റെ പുറം ചട്ടയില്ലേ അതെടുക്കുക, അതിലൊരു വൈറ്റ് പേപ്പർ ഒട്ടിക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള 2 3 നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, സിമ്പിളായിട്ടുള്ള വരച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ക്യൂട്ടായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇച്ചിരി പാടുള്ള പിക്ചേഴ്സ് വരച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം അതിനങ്ങ് പോകുന്നേ. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്ലവർ വരച്ചെടുത്തത്. പിന്നെ ഈ പേസ്റ്റൽ കളേഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കാണാനും ഭംഗിയാണ്. ഇത് വെച്ചിട്ട് പെയിൻ്റൊക്കെ അടിക്കത്തില്ലേ, അത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇനി രണ്ടാമത് ഞാനൊരു കവായ് സ്റ്റിക്കർ എന്നൊക്കെ പറയണമെങ്കിൽ പറയാം. ഇല്ല, ഒരു കവായ് ബണ്ണിയാണ് വരച്ചു കൊടുത്തത്. ഇനി ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കുക. ഒരു പേപ്പർ ക്ലിപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ. അതാണ് ഈ ഗ്ലൂ ഗണ്ണ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒട്ടിച്ച് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലുക്കാണ് കേട്ടോ ഇത് തരുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാകും, പ്രത്യേകിച്ച് നമ്മൾ ചെയ്തതല്ലേ. അങ്ങനെ 3 ക്രാഫ്റ്റ് എന്താ റെഡിയായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.